ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛനോട് നമുക്ക് വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ജനുവരി മാസം 18-ാം തീയതി നമ്മൾ വചനം വായിച്ച് ധ്യാനിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 35-36 അധ്യായങ്ങൾ, ജോബിൻ്റെ പുസ്തകം 25-26 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ, ഉൽപ്പത്തി 35-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. എല്ലാവരും ശുദ്ധീകരിത്തി വസ്ത്രങ്ങൾ മാറുക. നമുക്ക് ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടപ്പാട് എൻ്റെ പ്രാർത്ഥന ചെവികൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവൻ ശെക്കെമിന് അടുത്തുള്ള ഓക്കുമരത്തിന്റെ ചുവട്ടിൽ അവ കുഴിച്ചു മൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി. അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല. യാക്കോബും കൂടെ ഉണ്ടായിരുന്നവരും കാനാൻ ദേശത്ത് ബേഥേൽ, അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവനൊരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് എൽ ബേഥേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത്. റെബേക്കായുടെ പരിചാരികയായ ദെബോറ മരണമടഞ്ഞു. ബേഥേലിന്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിന്റെ കീഴെ അവളെ അടക്കി. അതിനാൽ ഓൺ വാക്കൂത്ത് എന്ന് പേരുണ്ടായി. പാതാൻ ആരാമിൽ നിന്ന് പോകുന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, യാക്കോബ് എന്നാണ് നിന്റെ പേര്, എന്നാൽ ഇനിമേലിൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം അവനോട് വീണ്ടും അരുളി ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ സന്താനപുഷ്ടിയുണ്ടായി പെരുകുക. ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരിൽ നിന്ന് ജന്മമെടുക്കും. അബ്രാഹത്തിന് ഇസ്ഹാക്കിന് ഞാൻ നൽകിയ നാട് നിനക്ക് നിന്റെ സന്താനപരങ്ങൾക്ക് ഞാൻ നൽകും. അനന്തരം ദൈവം അവനെ വിട്ടുപോയി. അവിടെ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് കല്ലുകൊണ്ടൊരു സ്തംഭം ഉയർത്തി അതിന്മേലൊരു പാനീയ ബലിയർപ്പിച്ച് എണ്ണ പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. ബേഥേലിൽ നിന്ന് അവർ യാത്ര തുടർന്ന് എഫ്രാത്തയിൽ എത്തുന്നതിന് കുറച്ചു മുൻപ് റാഹേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവ ക്ലേശം കഠിനമായപ്പോൾ സ്തുതികർമ്മണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഈ പ്രാവശ്യം ഒരു പുത്രനെ ലഭിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപെടുന്ന സമയത്ത് അവൾ അവനെ ബെനോനി എന്ന് പേർ വിളിച്ചു. പക്ഷേ അവന്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത്. റാഹേൽ മരിച്ചു. ബെത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തയിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി. അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി. ഇന്നും അത് റാഹേലിന്റെ കല്ലറയിലെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു. ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിനപ്പുറം കൂടാരമടിച്ചു. ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തന്റെ പിതാവിന്റെ ഉപനാരിയായ ബിൽഹായിമൊത്ത് ശയിച്ചു. ഇസ്രായേൽ അതറിയാനിടയായി. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ലെയായുടെ പുത്രന്മാർ യാക്കോബിന്റെ കടിഞ്ഞിൽ പുത്രൻ റൂബൻ, ഷിമിയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ. റാഹേലിന്റെ പുത്രന്മാർ ജോസഫ്, ബെഞ്ചമിൻ. റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ, നഫ്താലി. ലയായുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ്, ആഷേർ. യാക്കോബിന് പാതാൻ ആരാമിൽ വെച്ച് ജനിച്ച മക്കളാണ് ഇവർ. യാക്കോബ് ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിലെ മാമ്രയിൽ തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് പോയി. അബ്രാഹവും ഇസ്ഹാക്കും പാർത്തിരുന്നത് അവിടെയാണ്. ഇസ്ഹാക്കിന്റെ ആയുഷ്കാലം 180 വർഷമായിരുന്നു. ഇസ്ഹാക്ക് അന്ത്യശ്വാസം വലിച്ച് വൃദ്ധനായ അവൻ തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് പറഞ്ഞു, മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു. 36-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ്. കാനാനീയ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ. ഹിത്തനായ ഏലോന്റെ മകളാണ് ആദ. ഹിബിനായ എസ്ബിയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹൊലിബാമ. ഇസ്മായിലിന്റെ മകളും നെബോയോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റബൂബേലും ജനിച്ചു. ഒഹൊലിബാമയിൽ നിന്ന് അവന് യബൂഷുവും യാലാമും കോറാഹും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലെല്ലാവരും ഒത്ത് തന്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരൻ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാകാത്തവണ്ണം അത്രയധികമായ നാടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയീർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയീർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര.
ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്, ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റെബുവേൽ. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോഹാത്ത, കെനസ്. ഏസാവിന്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരി ഉണ്ടായിരുന്നു. എലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ. റെബുവേലിന്റെ പുത്രന്മാരാണ് നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ. സിബിയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബാമയിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യബൂഷും, യാലാമും, കോറഹും. ഏസാവിന്റെ മക്കൾ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിന്റെ കഴിഞ്ഞ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഹ്, ഗത്താം, അമലേക്ക് എന്നിവർ ഏതോ നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിന്റെ മോനായ റെബുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. ഏതോ നാട്ടിൽ റെബുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ്. ഏസാവിന്റെ ഭാര്യ ഓഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യബൂഷ്, യലാം, കോറഹ്. ഇവർ ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഓഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ്. ഇവർ ഏസാവിന്റെ സന്തതികളും ഏദോമിലെ പ്രമുഖരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയ്ർ എന്ന ഹോരിന്റെ പുത്രന്മാരുമാണ് ലോതാൻ, ഷോബാൽ, സിബിയോൻ, ആന, ദിഷോൻ, എസർ, ദിഷാൻ. ഇവർ ഏതോ നാട്ടിലെ സെയ്റിന്റെ പുത്രന്മാരും ഹോരിയയിലെ പ്രമാണികളുമാണ്. ലോതാന്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോതാന്റെ സഹോദരിയായിരുന്നു തിമ്ന. ഷോബാലിന്റെ പുത്രന്മാർ അൽബാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സിബിയോന്റെ പുത്രന്മാർ അയ്യ, ആന. തന്റെ പിതാവായ സിബിയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീഷോൻ ആനായുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു. ഹെംദാൻ, യേഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീഷോന്റെ പുത്രന്മാർ. എസറിന്റെ പുത്രന്മാരായിരുന്ന ബിൽഹാനും, സാവാനും, അഖാനും. ദീഷാന്റെ പുത്രന്മാരായിരുന്ന ഊസും, ആരാനും. ഹോരിയിലെ പ്രമുഖരായിരുന്ന ലോതാൻ, ഷോബാൻ, സിബിയോൻ, ആന എന്നിവർ. ദിഷോൻ, എസർ, ദീഷാൻ എന്നിവർ സെയ്ർ നാട്ടിൽ ഹോരിയിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഏതോ നാട്ടിലെ ഭരണാധികാരികളവരായിരുന്നു. ബയോറിന്റെ മകനായ ബേല ഏതോമിൽ ഭരിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹാവ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബസ്രായിലെ സെറഹിന്റെ മകനായ യാക്കോബ് യോബാവ് രാജാവായി. യോബാവ് മരിച്ചപ്പോൾ തോമാനായ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മൊബാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് അവിദ് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കായിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോവത്തിലെ സാവുൾ രാജാവായി. സാവുൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത്. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. മൊസഹാബിന്റെ പൗത്രിയും മത്രേദിന്റെ പുത്രിയുമായ മെഹത്തബേൽ ആയിരുന്നു അവന്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും പേരും അനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖ തിമ്ന, അൽവ, യദത്ത്, ഒഹോലിബ, അമ്മ, ഏല, പീനോൻ, കെനസ്, തേമാൻ, മിപ്സാർ, മഗ്ദിയേൽ, ഈറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. ഏസാവാണ് ഏദോംകാരുടെ പിതാവ്. യോബിന്റെ പുസ്തകം 25-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഷൂഗിനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടു കൂടിയാണ്. എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യനെങ്ങനെ ദൈവത്തിന് മുമ്പേ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങൾ നിർമ്മലമല്ല. അപ്പോൾ ക്രമിയായ മനുഷ്യന്റെ പുഴുവായ മനുഷ്യപുത്രന്റെ സ്ഥിതി എന്ത്? 26-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ജോബ് പറഞ്ഞു, ശക്തിയറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു, ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു. ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു. ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത്? ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത്? അതോ ലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു, ജലവും അതിലെ ജീവികളും പ്രഗമനം കൊള്ളുന്നു. പാതാളം ദൈവത്തിന് മുമ്പിൽ അനാവൃതമായിരിക്കുന്നു, നരകത്തെ ഒന്നും മറച്ചിട്ടില്ല.
ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു. ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ജലത്തെ അവിടുന്ന് തന്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല. ചന്ദ്രന്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു. തന്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു. പ്രകാശത്തിന്റെയും അന്ധകാരത്തിന്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു. അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് തന്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി. തന്റെ ജ്ഞാനത്താ റാഹാബിനെ തകർത്തു കളഞ്ഞു. അവിടുത്തെ ശ്വാസത്താൽ ആകാശത്തെ പ്രക്ഷോഭിപ്പിച്ചു. പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ്. അവിടുത്തെ പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്. അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ഭാഷിതങ്ങൾ 3-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു, വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു. അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടി പുറപ്പെട്ടു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ, അന്യൂനമായ ജ്ഞാനവും വിവേചന ശക്തിയും പുലർത്തുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവൻ നിന്റെ ആത്മാവിന് ജീവനും കണ്ടത്തിന് ആവരണവുമായിരിക്കും. അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും. നിന്റെ കാലിടറുകയില്ല. നീ നിർഭയനായിരിക്കും. നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി.